ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിനുവേട്ടാ, അതെ, നിങ്ങൾക്ക് ഇന്ന് തന്നെ പോണോ? പോയിട്ട് വരാച്ചി. അച്ഛാ. ശരി മോളെ. അമ്മേ. ശരി എന്നാ മോളെ. മനോജെ, ഇനി മേലിൽ എന്നെ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണാൻ വിളിക്കരുത്. നീ വരികയെ കാണുക എന്താന്ന് വെച്ചാ അയക്കും. ഇതിപ്പോ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നവർക്കാണ് സ്ഥാനം എന്നതുപോലെ ആയല്ലോ. കണ്ടില്ലേ, രണ്ട് അനാഥരെ യാത്രയാകുന്ന ജയിലും. ഇങ്ങനെ പോയാലേ നമ്മുടെ പദ്ധതികളൊന്നും നടക്കാൻ പോകുന്നില്ല. അവനും അവളും കൂടി പൊട്ടം കളിച്ച് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന സ്വർണം കൂടി തട്ടിയെടുത്തോണ്ട് പോയി. ഇനി നോട്ടം ആ ഇൻഷുറൻസ് പോളിസിയുടെ ക്യാഷിലാ. അതാ ആരും ബർത്ത്ഡേക്ക് വിളിക്കാതിരുന്നിട്ട് പോലും അവള് ബിനുവിനെ വിളിച്ചോണ്ട് വന്നത്. എടാ, അമ്മയുടെ സ്വർണം കൊടുത്ത കാര്യം നീ എന്താടാ എന്നോട് പറയാതിരുന്നത്? അതറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഈ പിറന്നാൾ ആഘോഷം കുട്ടിച്ചോടാക്കി തന്നേനെ. പോന്നത് കണ്ടില്ലേ രണ്ടെണ്ണം കൂടി. ഹരിതേ, നീയൊന്ന് അടങ്ങ്. എന്റെ രണ്ട് ആങ്ങളമാര് മൊണ്ണകളായി പോയെന്ന് വെച്ചേ ഈ വസന്ത അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ് രണ്ടും ചേർന്ന് എന്റെ അമ്മായിയമ്മയുടെ കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ച് പുറത്താക്കിയവളാ ഈ വസന്ത. പിന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ തമ്മിൽ യാതൊരു മിണ്ടാട്ടവും ഇല്ല. കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ചത് കൊണ്ട് അവർക്കൊട്ടും മിണ്ടാനും പറ്റിയിട്ടില്ല. ആ പഴച്ച മീനാക്ഷിയെ കിട്ടിയപ്പോ എന്തോ സ്വർഗം കിട്ടിയ പോലെ അവന്. അവന്റെ സ്വർഗം ഞാനിന്ന് നരകാക്കും. പ്രകാശേട്ടൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാ. അന്നാ സ്വർണമോഷണ ഡ്രാമ നടത്തി അവനെ അവളെ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നും അവൾ ഇവിടെ പുറത്തേനെ. ഈ വീടിനകത്ത് കയറാൻ അവളുടെ അനുവാദം ചോദിച്ചു നിൽക്കേണ്ടി വന്നേനെ നമുക്കൊക്കെ. അത് ശരിയാ ഹരിത പറഞ്ഞത്. അയ്യേ, അല്ലേലും നിനക്ക് ഈയിടെയായിട്ട് ഇവള് പണയുന്നതാണല്ലോ ശരി. മനോജെ, ഞാൻ പോവാ. നീ വരുന്നുണ്ടോ? പിന്നെ ഹരിത, ഞാൻ അച്ഛനോടും കൂടി യാത്ര പറഞ്ഞിട്ട്. നീ യാത്രയൊക്കെ ചോദിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി ഒരു ഓട്ടോ പിടിച്ചങ്ങ് വന്നാ മതി. ഞാൻ പോവാ. അയ്യോ ഹരിത, ഞാനും വരുന്നു. ചേച്ചി, ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. അച്ഛനോടും അമ്മയോടും പറയണേ. നീ പോ ഹരിമോളെ. എന്തോന്നടാ ഇത്? ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പെൺകോണ്ടെന്നുണ്ടല്ലോ, അത് നമ്മുടെ വീട്ടിൽ തന്നെയാ. എടപ്രകാശ, എനിക്ക് അച്ഛനോട് ചെന്ന് വണ്ടിക്കൂലി ചോദിക്കാനൊന്നും പറ്റത്തില്ല. ഓട്ടോക്കൂലിക്കുള്ള കാശ് നീ തരണം. ഒരു ബീഡി വാങ്ങിക്കാൻ പോലും എന്റെ കയ്യിൽ കാശില്ല. ഇനി തിരിച്ചു പോകാനുള്ള പൈസ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങും? മാനത്തെ കൊട്ടാരം